ശ്ലോകം 10. വലിയൊരു കഥ. എല്ലാം ഇതിലത്തെ കഥകളെല്ലാം വലുതാണ്. ആ കഥകളെ ചെറിയ ശ്ലോകങ്ങളാക്കുകയാണ്. അപ്പോൾ കഥകൾ മുഴുവൻ അറിഞ്ഞാൽ നമുക്ക് ശ്ലോകം ആശ്വസിക്കാൻ സാധിക്കും. ദ്വിജരിഷാകൃകലാസവബുർധരം നൃഗനൃപം കൃതിവാലയമാവയൻ നിജജനെ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹിമാം. നൃഗൻ എന്ന് പേരായൊരു രാജാവ്, വലിയ അഹങ്കാരി, ദാനിയാണ്, എല്ലാം ദാനം ചെയ്യും, പക്ഷേ അഹങ്കാരമുണ്ട്. എന്താ അഹങ്കാരം? എന്നെപ്പോലെ ദാനശീലനായിട്ട് ആരാ ഉള്ളത്? അങ്ങനെ ദിവസവും പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും. 60 കോടി പശുക്കളെ ദാനം ചെയ്തു എന്നാണ് പറയണത്. ഒരിക്കലും എന്ത് സംഭവിച്ചു? ഒരു പശുവിനെ ഒരു ബ്രാഹ്മണന് കൊടുത്തു. ആ ബ്രാഹ്മണൻ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അതിനെ വളർത്തി. പിറ്റേ ദിവസം അതിനെ കാണാനില്ല. അതെവിടെ വന്നു? ഈ തൊഴുത്തിലേക്ക് തന്നെ വന്നു. അറിയാതെ കണ്ട് ഭഗവാൻ അതിനെ വേറൊരു ബ്രാഹ്മണന് കൊടുത്തു. ആദ്യത്തെ ബ്രാഹ്മണൻ തൻ്റെ പശുവിനെ തിരഞ്ഞു വരുമ്പോൾ ഈ ബ്രാഹ്മണൻ അതുകൊണ്ട് പോകണം. അപ്പോൾ നോക്കിയപ്പോൾ തൻ്റെ പശുവിനെ പോലെ തന്നെ ഇരിക്കണു. അതാണ് ആചാര്യന്മാർ തമാശയ്ക്കും പറയാറുണ്ട്. തൻ്റെ പേര് ഇനീഷ്യൽ കൊമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടു, ഇതാ എൻ്റെ പേര്, ഞാൻ ഇന്നലെ എഴുതിയതാണ്. എനിക്കിപ്പോൾ രാജാവ് തന്നാണ്. നിനക്ക് തന്നിട്ടുണ്ടാവാം, എനിക്കറിയില്ല. പോവാ, രാജാവിൻ്റെ അടുത്ത് തന്നെ പോവുക. അങ്ങനെ രണ്ടുപേരും കൂടി രാജാവിൻ്റെ അടുത്ത് പോയി. രാജാവ് രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കണക്കില്ലാതെ പശുക്കളെ തരാം. ആദ്യം കൊടുത്ത ആൾക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ വിടി, അയാൾ എടുക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ തരാം. വേണ്ട. രണ്ടുപേരും വാശി പിടിച്ചു. അതാണ് പശുവിനെ വിടാൻ തയ്യാറായില്ല. അതാണ് അങ്ങനെ ഒരു പാപം ചെയ്തു. അതാണ് ഒരു ബ്രാഹ്മണന് കൊടുത്തപ്പോൾ അത് അയാളുടെ മുതലായി. അയാൾ ബ്രഹ്മസ്വം. ആ ബ്രഹ്മസ്വത്തിനെ അപഹരിച്ചു. അപ്പോഴാണ് വേറെ ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ദോഷം നൃഗരാജാവിന് വന്നു. യമൻ്റെ അടുത്ത് എത്തിയതായ സമയത്ത് ചിത്രഗുപ്തൻ ഇയാളുടെ ചെയ്തതൊക്കെ വായിച്ചു നോക്കിയ സമയത്ത് ധാരാളം പുണ്യം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പാപമുണ്ട്. അപ്പോൾ യമൻ ചോദിച്ചു, ആദ്യം പാപം അനുഭവിക്കണോ എന്നിട്ട് പുണ്യം? അത് മതി. അങ്ങനെ ആ പാപം മൂലം അദ്ദേഹം ഒരു ഓന്താകേണ്ടി വന്നു. ദ്വിജരുഷ കൃകലാസവബുർധരം. ആ ബ്രാഹ്മണന്മാരുടെ രോഷമാണ്. അവർ ശവിച്ചിട്ടില്ല, പക്ഷെ അവരുടെ രോഷം. അവർ രണ്ടുപേരും തമ്മിൽ രാജാവിനെ രക്ഷിക്കാൻ തയ്യാറായില്ല. അതാണ്, അവർക്ക് രാജാവിനെ രക്ഷിക്കാമായിരുന്നു, അവർ ചെയ്തില്ല. അതുമൂലം ഇദ്ദേഹത്തിന് ആ ദോഷം വന്നു. ഓന്തായിട്ട് കിടക്കുകയാണ്. കൃകലാസം. അതാണ് ഓന്ത് തലയാട്ടുന്ന പോലെ. അതാണ് കൃകലാസം. കൃകെന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്. ഈ തൊണ്ടയിലാണല്ലോ കഴുത്ത് നിൽക്കുന്നത്. അതിങ്ങനെ ഇങ്ങനെ ചലിപ്പിക്കുന്നു. അതാണ് കൃകലാസം. ലാസം ആട്ടുക, തൊണ്ട ആട്ടുക. തൊണ്ടയെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരോ
അവൻ കൃകലാസം, ഓന്ത്. ആ ദോഷമാണ് ഇദ്ദേഹത്തിനുണ്ടായത്. അതുകൊണ്ടാണ് ഓന്തിൻ്റെ രൂപം എടുക്കേണ്ടതായി വന്നു. അങ്ങനെയുള്ള നൃപം, ആ നൃഗൻ എന്ന രാജാവിനെ ത്രിദിവാലയം ആപയൻ, സ്വർഗത്തിലേക്ക് ഭഗവാനാണ് അയച്ചത്. എന്താ അതും കഥ പറഞ്ഞിട്ടില്ല അവിടെ. ഒരിക്കൽ ഭഗവാന്റെ കുട്ടികൾ, ചെറുപ്പത്തിലത്തെ കഥയാണിത്. കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ പന്ത് ഒരു കിണറ്റിൻ്റെ ഉള്ളിൽ പോയി. ആ കിണറ്റിൻ്റെ ഉള്ളിൽ പന്തെടുക്കാൻ വേണ്ടി അവർ പോയപ്പോൾ വലിയൊരു ഓന്ത്. അവരതിനെ എടുക്കാൻ നോക്കി സാധിക്കണില്ല. അപ്പോൾ കൃഷ്ണൻ ആ വഴിക്ക് പോകണം. കൃഷ്ണൻ ഇടത്തേക്ക് കാണിച്ചു. ഉടനെ അത് പുറത്തേക്ക് വന്ന് രാജാവായി. അപ്പോഴും അഹങ്കാരം കാണാം. എന്നെപ്പോലെ ദാനശീലനായിട്ട് ആരെയും നിങ്ങൾ കാണില്ല. നൃഗരാജാവിൻ്റെ ദാനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും അയാൾക്ക് മോക്ഷം കൊടുത്ത് സ്വർഗത്തിലേക്ക് അയക്കുകയുണ്ടായല്ലോ. എന്തിനു വേണ്ടി ഭഗവാൻ ഈ വിധത്തിലൊരു കഥയുണ്ടാക്കി? നിജജനേ ദ്വിജഭക്തിം അനുത്തമാമുപദിശൻ. ഒരിക്കലും ബ്രഹ്മസ്വം നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. ബ്രാഹ്മണൻ്റെ സ്വത്ത്, ബ്രാഹ്മണൻ സത്വഗുണപ്രധാനിയായ ബ്രാഹ്മണൻ്റെ മുതലിനെ നമ്മൾ അപഹരിക്കാൻ പാടില്ല. ഏതൊരു കാര്യവും ദാനം ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഏത് വസ്തുവാണ് നമ്മൾ ദാനം ചെയ്യുന്നത്, അതിന് ശുദ്ധിയുണ്ടോ? ഇപ്പോൾ രാജാവ് രണ്ടാമത്തെ ബ്രാഹ്മണന് കൊടുത്തത് വേറൊരാളുടെ മുതലാണ്. അപ്പോൾ വസ്തു ശുദ്ധിയില്ല, വേറൊരാളുടെ മുതലാണത്. ബ്രഹ്മസ്വം അപഹരിച്ചു. പിന്നെയോ കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്നു എന്നുള്ള അഹങ്കാരം പാടില്ല, ക്രിയാശുദ്ധി. പിന്നെയോ പാത്രശുദ്ധി. ആർക്കാണ് കൊടുക്കുന്നത്? നല്ല ആൾക്കാർക്കേ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ 2 ബ്രാഹ്മണരും ഈ രാജാവിൻ്റെ ക്ഷേമത്തിനെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. അപ്പോൾ അവർ നല്ല ആൾക്കാരില്ല. അപ്പോൾ ഇതിൽ വസ്തുശുദ്ധിയില്ല, ക്രിയാശുദ്ധിയില്ല, പാത്രശുദ്ധിയില്ല. അങ്ങനെയുള്ള ദാനങ്ങൾ ചെയ്യാൻ പാടില്ല. ജനേ, തൻ്റെ കുട്ടികൾക്ക് ദ്വിജഭക്തിം, ബ്രാഹ്മണരിൽ ഭക്തി ഉണ്ടാവണം. എങ്ങനെയുള്ള ഭക്തി? അനുത്തമാം ഭക്തിം. അനുത്തമാം കേട്ടാൽ നമുക്ക് തോന്നുക ഉത്തമമല്ലാത്തതെന്ന് അല്ല, ഏറ്റവും ശ്രേഷ്ഠമായത് എന്നർത്ഥം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം. അനുത്തമാം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ ഭക്തി ബ്രാഹ്മണരിലുണ്ടാവണം. ആരാണ് ബ്രാഹ്മണരെ? സത്വഗുണപ്രധാനികൾ എന്നർത്ഥം. രജസിനെയും തമസിനെയും നിയന്ത്രിച്ച് സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കുന്നു. സത്വഗുണികളുടെ ഉള്ളിൽ ഭഗവാൻ മാത്രമേ സന്തോഷിക്കൂ. മറ്റുള്ള സമയങ്ങളിലെല്ലാം ഭഗവാൻ മൂടപ്പെട്ടിരിക്കും. എന്തുകൊണ്ട് മൂടപ്പെടുന്നു? നമ്മുടെ ദോഷം കൊണ്ട്, കാമം കൊണ്ട്, ക്രോധം കൊണ്ട്, ലോഭം കൊണ്ട്, മോഹം കൊണ്ട്, മതം, മാത്സര്യം, ഡംഭം, അസൂയ, അതുകൊണ്ടൊക്കെ മൂടപ്പെടുകയാണ്. ഭഗവാൻ സന്തോഷിക്കില്ല. ഭഗവാൻ സന്തോഷിക്കുന്നത് നമ്മളിൽ സത്വഗുണം വർദ്ധിക്കുമ്പോൾ മാത്രമാണ്. അപ്പം എത്രത്തോളം സത്വഗുണം വർദ്ധിപ്പിക്കാമോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതും നമ്മൾ ദാനാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ 3 ശുദ്ധികളെ നോക്കണം. വസ്തുവിന് ശുദ്ധിയുണ്ടോ, താൻ ചെയ്യുന്ന കർമ്മത്തിന് ശുദ്ധിയുണ്ടോ, പാത്രത്തിന് ശുദ്ധിയുണ്ടോ, 3 നോക്കിയിട്ട് വേണം ചെയ്യണം എന്ന് ഉപദിശൻ. ആ കുട്ടികൾക്ക് ഉപദേശിച്ചുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ അങ്ങ് ഈ കഥ അവതരിപ്പിച്ചു. പവനേശ്വര, പവനൻ വായു, വായുവിൻ്റെ ഈശ്വരൻ, വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ ഈശ്വരൻ. സൂര്യാർത്ഥം വായു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ആ വായുവിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന ശരീരത്തിൻ്റെ ഈശ്വരൻ ആത്മാവ്. അങ്ങനെയുള്ള അങ്ങ് പാഹിമാം, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. അപ്പോൾ സത്വഗുണപ്രധാനികളെ എപ്പോഴും നമ്മൾ
ബഹുമാനിക്കണം. ഇതാണ് അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വമല്ല. ഈ മായയുടെ 3 ഗുണങ്ങൾ, തമോ ഗുണവും രജോ ഗുണവും മോശമായിട്ടുള്ളതാണ്, സത്വഗുണം മാത്രമാണ് നല്ലത്. ആ സത്വഗുണം മാത്രം ചിന്മയാനന്ദ സ്വാമി പറയുക 85% സത്വഗുണം വേണം, 10% രജോ ഗുണം കർമ്മം ചെയ്യാൻ, 5% തമോ ഗുണം ഉറങ്ങാൻ. 85% സത്വഗുണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഭഗവാൻ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള ബ്രാഹ്മണരെ, ഭക്തരെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കണം എന്ന് ആ കുട്ടികൾക്ക് ഉപദേശിക്കാൻ വേണ്ടിയാണ് ഈ കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.